Welcome to plus 2 physics series number 13. ആദ്യമായിട്ട് നമ്മൾ ഈ ഫ്ലക്സും ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു. ഇപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു സിലിണ്ടറിക്കൽ സർഫസ് സങ്കല്പിക്കുക. അതിൻ്റെ ലെങ്ത് എൽ, ക്രോസ് സെക്ഷൻ റേഡിയസ് ആർ. എങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദി സിലിണ്ടറിക്കൽ സർഫസ്? ഇവിടെ ഇപ്പോൾ 3 ഫേസസ് ആയിട്ട് എടുക്കണം. 2 എൻഡ്സ് ഉണ്ട്, 2 എൻഡ് ഫേസസ് ഉണ്ട്, ഒരു കേർഡ് ഫേസും ഉണ്ട്. അപ്പോൾ ആദ്യം റൈറ്റ് എൻഡ് ഫേസ്, ഈ ഫേസ് ഇവിടെ ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഫേസിൻ്റെ ഔട്ട്വേർഡ് നോർമൽ, വെളിയിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ കൂടെ തന്നെ ആയിരിക്കുമല്ലോ. ഇക്കും ഔട്ട്വേർഡ് നോർമലിന് ഇടയ്ക്കുള്ള ആംഗിള് തീറ്റ അപ്പോൾ 0. എങ്കിൽ ഈ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സ് ψ1 ഈക്വൽസ് EA കോസ് തീറ്റ, DS കോസ് തീറ്റ. ഇവിടെ ഡിഎസിന് ഒരു എ, ദറ്റ് ഈസ് E ഇൻറ്റു എ ഈസ് പൈ ആർ സ്ക്വയർ, സർക്കിളാണല്ലോ, ഇൻറ്റു കോസ് 0, ദറ്റ് ഈസ് E ഇൻറ്റു പൈ ആർ സ്ക്വയർ, ദറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ എപ്പോഴും ഔട്ട്വേർഡ് ആയിട്ട് ഒരു സർഫസിന് വെളിയിലോട്ടാണ് എങ്കിൽ എപ്പോഴും ഔട്ട്വേർഡ് ഫ്ലക്സ് ആണെന്ന് പറയും. ഔട്ട്വേർഡ് ഫ്ലക്സ് എപ്പോഴും പോസിറ്റീവായിരിക്കും. ഇനി ലെഫ്റ്റ് ഫേസ് എടുക്കുക. ലെഫ്റ്റ് ഫേസ് എടുക്കുമ്പോൾ ഇങ്ങോട്ടാണ്, പക്ഷേ ഇവിടുത്തെ ഔട്ട്വേർഡ് നോർമൽ ഇങ്ങോട്ടാണ്, വെളിയിലോട്ട്. ഈ സിലിണ്ടറിന് വെളിയിലോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. സോ തീറ്റ ഈസ് 180 ഡിഗ്രി. ബാക്കിയെല്ലാം സെയിം ആസ്. അപ്പോൾ ലെഫ്റ്റ് എൻഡ് ഫേസ് എന്ന് പറയുമ്പോൾ ψ2 ഈക്വൽസ് E ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് 180. കോസ് 180 ഈസ് -1, സോ ഇറ്റ് ഈസ് -E ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഓക്കെ, ഇവിടെ ഇൻവേർഡ് ഫ്ലക്സാണ്, ഈ സിലിണ്ടറിനുള്ളിലോട്ടാണ്, അതുകൊണ്ട് ഇതിനെ ഇൻവേർഡ് ഫ്ലക്സ് എന്ന് പറയും. ഇൻവേർഡ് ഫ്ലക്സ് എപ്പോഴും മൈനസ്, ഔട്ട്വേർഡ് ഫ്ലക്സ് എപ്പോഴും പോസിറ്റീവ്. ഇത് മനസ്സിൽ സൂക്ഷിക്കുക. ഇനി കേർഡ് സർഫസ് എടുക്കണം. കേർഡ് സർഫസിൽ ഏത് പോയിൻ്റ് എടുത്താൽ ഇങ്ങോട്ട്, ഈ കേർഡ് സർഫസിൻ്റെ പെർപെൻഡിക്കുലർ നോർമലി, ഔട്ട്വേർഡ് നോർമലി ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ തീറ്റ 90 ഡിഗ്രി. സോ ഫ്ലക്സ് ψ3 ഈക്വൽസ് EA കോസ് 90. കോസ് 90 ഈസ് 0, സോ ψ3 ഈസ് 0. എങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദി സിലിണ്ടറിക്കൽ സർഫസ് ψ ഈക്വൽസ് ψ1 പ്ലസ് ψ2 പ്ലസ് ψ3. തീർച്ചയായിട്ടും 0 ആയിരിക്കണമല്ലോ. ഇത് പ്ലസും ഇത് മൈനസും, അതിലാണ് ഇവിടെ 0 പ്ലസ് 0 എ ബിഗ് 0. സോ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് ഈസ് 0. അനദർ വൺ, ഈ സിലിണ്ടറിക്കൽ സർഫസിനെ ഒരു ഹെമിസ്ഫെറിക്കൽ സർഫസ് ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ടാണ് പിക്ചർ. ഇവിടെ ഈ ഹെമിസ്ഫെറിക്കൽ സർഫസിലെ ഇൻവേർഡ് ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചു ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടാണ്, ഈ ക്രോസ് സെക്ഷൻ എടുത്ത ഇതൊരു സർക്കിളാണ്. ഇതിൻ്റെ ഔട്ട്വേർഡ് നോർമൽ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട്. സോ തീറ്റ ഈസ് 180. സോ ദാറ്റ് ψ ഈക്വൽസ് E ഇൻറ്റു A ഇൻറ്റു കോസ് തീറ്റ ഓർ E ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് 180, ദറ്റ് ഈസ് -E ഇൻറ്റു പൈ ആർ സ്ക്വയർ. അതാണ് ഇവിടുത്തെ ടോട്ടൽ ഇൻവേർഡ് ഫ്ലക്സ്. ഇനിയും ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് ഇത് തന്നെ. ഇതിനകത്ത് ചാർജ് ഒന്നുമില്ല എങ്കിൽ ടോട്ടൽ ഔട്ട്, അതിപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട, ഗോസ് ലോ കണ്ടിട്ട് ചർച്ച ചെയ്യാം. ഇനി ഇതിൻ്റെ സ്ഥാനത്ത് ഒരു ഫുൾ സ്ഫെറിക്കൽ സർഫസ് വെച്ചാൽ ഇത് തന്നെ, ഇൻവേർഡ് ഫ്ലക്സ് ചോദിച്ചാൽ ഇത് തന്നെ, -E ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇപ്പോൾ ഒരു സ്ഫെറിക്കൽ സർഫസ് ആണെങ്കിലും സംഭവം ഇത് തന്നെ കാൽക്കുലേഷൻ, അത് ഓർത്തിരിക്കും. അപ്പോൾ കൂടുതൽ സർഫസുകളൊക്കെ നമ്മൾ ഇനിയും പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ വി വിൽ ഡിസ്കസ്. അടുത്തത് ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, വളരെ പ്രധാനപ്പെട്ട കുളംബ്സ് ലോ. ഇവിടെ മറ്റൊരു ഫോമായി ഗോസ് ലോ എന്ന് പറയുന്നു. 2 ചാർജസ് തമ്മിലുള്ള ഫോഴ്സ്, അതിൽ കുളംബ്സ് ലോ. അതിൻ്റെ മറ്റൊരു ഫോം സത്യത്തിൽ ഗോസ് ലോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ പോസ്റ്റിങ്ങിലകത്ത് ചർച്ച ചെയ്തതാണ്. ഗോസ് ലോ അതിനകത്ത് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ.
ഈ ലോ പറയുന്നത് ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സർഫസുമായിട്ട് ബന്ധപ്പെട്ട ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് will be equal to 1/epsilon 0 into Q, where Q is the charge inside the closed surface, the net charge inside the closed surface. അപ്പോൾ ഗോസ് ലോ എന്ന് പറയുന്നത് ഇതൊരു ക്ലോസ്ഡ് സർഫസാണ് എന്നിരിക്കട്ടെ, ഇതിനകത്തൊരു ചാർജ് Q ഇരിപ്പുണ്ട്. ഈ ഗോസ് ലോ പറയുന്നത് ഈ ക്ലോസ് സർഫസുമായിട്ട് ബന്ധപ്പെട്ട ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/epsilon 0 ഇൻറ്റു ഈ സർഫസിനുള്ളിലിരിക്കുന്ന ഈ ചാർജ്. അനേകം ചാർജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൾജിബ്രായിക് സം എടുക്കണം. പ്ലസും മൈനസും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കൂടെ സൈൻ ഇട്ടെടുക്കുന്ന ചാർജാണ് ഈ ലോയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയാം: the total electric flux over or crossing a closed surface, real or imaginary, in an electric field is equal to 1/epsilon 0 times into the net electric charge enclosed by the surface. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. To light proof, this is a point charge. ഇതിന് ചുറ്റും 6 റേഡിയസ് ഉള്ളൊരു സ്ഫിയർ വരച്ചിരിക്കുക. ഈ സ്ഫിയറിൻ്റെ ഒരു ചെറിയ എലമെൻ്റൽ ഏരിയ DS. ഇവിടുത്തെ കുളംസ് ലോ വെച്ച് നമുക്കറിയാം, ഇവിടുത്തെ ഔട്ട്വേർഡ് നോർമൽ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ θ0 ഫ്ലക്സ് കാണുമ്പോൾ ഇവിടുത്തെ അക്കോർഡിംഗ് ടു കുളംസ് ലോ ഇൻറ്റൻസിറ്റി അറ്റ് ദി പോയിന്റ് P ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q/r². ഇത് കുളംസ് ലോയിൽ നിന്നുണ്ടാക്കിയത് നമ്മൾ. എങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ ദി സർഫസ്, ക്ലോസ് സർഫസ്, സൈ ഈക്വൽസ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, DS എന്ന് പറഞ്ഞൊരു ചെറിയ സർഫസ് ഏരിയയായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സ് ആണെങ്കിൽ ഈ DS കോസ് തീറ്റ. എങ്കിൽ ഒരു ക്ലോസ് സർഫസ്, വലിയൊരു സർഫസ് മൊത്തത്തോടെ എടുക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഫ്ലക്സ് കാണുമ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സമ്മേഷനാണ് ഇൻ്റഗ്രൽ. സോ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഈക്വൽസ് ഇൻ്റഗ്രൽ DS കോസ് തീറ്റ. ഇവിടെ ഇപ്പോൾ കോസ് തീറ്റ 0 അപ്പോൾ കോസ് തീറ്റ ഈസ് 1, എന്ന് പറഞ്ഞാൽ ഇത്രയും. സോ psi ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q/r² DS cos 0. ഇതിൽ Q/4πε0r² കോൺസ്റ്റൻ്റാണ്. കാരണം ഈ സ്ഫിയറിലെ ഏത് പോയിൻ്റ് എടുത്താലും R സെയിമാ, എങ്ങോട്ടുള്ള R എടുത്താലും സെയിം ആ സ്ഫിയർ ആകുമ്പോൾ. അപ്പോൾ ഈ എവിടെ DS എടുത്താലും R ഈസ് സെയിം. അപ്പോൾ ഇൻ്റഗ്രേഷൻ അതൊരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ Q/4πε0r² ഇൻ്റഗ്രേഷൻ പുറത്തെടുക്കാം, പോയിട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ DS cos 0 ഈസ് 1. ഇൻ്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയയുടെ ഒരു ചെറിയ ഭാഗം, സ്ഫിയറിക്കൽ സർഫസിൻ്റെ ഒരു ചെറിയ ഭാഗം. എങ്കിൽ ഇൻ്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ ആ സ്ഫിയറിൻ്റെ മൊത്തം ഏരിയ, ടോട്ടൽ ഏരിയ, അത് 4πr². ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ നമുക്കറിയാമല്ലോ, 4πr². സോ ഇൻ്റഗ്രൽ DS ഈസ് 4πr². Look at the Q total flux psi equals Q/4πε0 into r² into integral DS is 4πr². 4πr² അങ്ങ് വെട്ടിപ്പോവും. Look at the psi equals Q/ε0 or 1/ε0 into Q. അതാണല്ലോ തിയറം ഗോസ് ലോ. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് is equal to 1/ε0 times the charge inside. That is the proof. അപ്പോൾ ഈ ഫിഗർ വരച്ചിട്ട് ഇതുപോലെ സ്റ്റെപ്സ്, വെറും സിമ്പിൾ സ്റ്റെപ്സ്. ദാറ്റ്സ് ഓൾ. ഇനി ഇത് ഗോസ് ലോയിൽ നിന്നും നമുക്ക് കുളംസ് ലോയിൽ എത്തിച്ചേരാം.
ഇവിടെയും ഈ സർഫസ് എടുക്കുക. ഈ സർഫസിൽ ടോട്ടൽ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഇ എന്നിരിക്കട്ടെ. ഏതെങ്കിലും ഈ സർഫസിൽ ഏത് പോയിൻ്റ് എടുത്താലും ഇൻറ്റൻസിറ്റി ഇ ആണെന്നിരിക്കട്ടെ. ഡയറക്ഷൻ മാറും, സ്ട്രെങ്ത് മാറില്ലല്ലോ, ഡിസ്റ്റൻസ് സെയിം ആണ്. ലെറ്റ് ഇ ബി ദി ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിൻറ്റ് ഓൺ ദി സ്ഫെറിക്കൽ സർഫസ്. എങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ക്രോസിംഗ് ദി സർഫസ്. കഴിഞ്ഞ പോസ്റ്റിംഗ് ഞാൻ പറഞ്ഞു, ടോട്ടൽ ഫ്ലക്സ് ഈസ് ഇ ഇൻറ്റു എ. ഫ്ലക്സ് ഓവർ ആൻ ഏരിയ എ ഈക്വൽസ് ഇ ഇൻറ്റു എ. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ലൈൻസിൻ്റെ എണ്ണമാണ് ഇ. എങ്കിൽ എ എന്ന് പറയുന്ന ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ലൈൻസിൻ്റെ എണ്ണം ഇ ഇൻറ്റു എ. അവിടെ നിന്ന് ഇ ഈക്വൽസ് സൈ ബൈ എ, ഫ്ലക്സ് ഡെൻസിറ്റി ബൈ എ. ചുരുക്കത്തിൽ സൈ ഈക്വൽസ് ഇ ഇൻറ്റു എ, ദറ്റ് ഈസ് ഇ ഇൻറ്റു എ. ഇവിടെ 4πr², ഇ ഇൻറ്റു 4πr². Therefore E equals psi by 4πr². That is 1/4πr² into psi എന്ന് പറയുന്നത് ഈ സർഫസിൽ കൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ ചാർജിൽ നിന്നും പുറപ്പെട്ട ടോട്ടൽ ലൈൻസാണ്. ക്യൂ കുളമ്പ് ചാർജിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മൊത്തം ഫ്ലക്സ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. യൂണിറ്റ് 1 കുളമ്പ് ചാർജിൽ നിന്നും പോകുന്ന ലൈൻസിൻ്റെ എണ്ണം 1/ε0. എങ്കിൽ ക്യൂ കുളമ്പ് ചാർജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ലൈൻസ് അല്ല ഫ്ലക്സ് 1/ε0 ഇൻറ്റു ക്യൂ. ചുരുക്കത്തിൽ ഇ ഈക്വൽ സൈ ബൈ 4πr², ദറ്റ് ഈസ് ഈക്വൽ ടു 1/4πr² ഇൻറ്റു സൈ എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു ക്യൂ, q/ε0. ഇതിൽ നിന്നും പുറപ്പെടുന്നത് മുഴുവൻ ഇത് സർഫസിൽ കൂടെ അല്ലേ കടന്നു പോകണ്ടേ. ഇതെത്ര? ദിസ് ഈസ് 1/4πε0 ഇൻറ്റു q/r² എന്ന് കിട്ടുമല്ലോ. ഇതല്ലേ കുളംസ് ലോ വെച്ച് കിട്ടുന്ന റിസൾട്ട് ഇത് തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ കുളംസ് ലോയും ഗോസ് ലോയും ഒന്ന് തന്നെയാണ്. രണ്ട് വ്യത്യസ്ത രീതികളിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഒന്ന് ഫ്ലക്സ് എന്നും ക്ലിക്സ് എന്നും ഒക്കെ പറയുന്നു. മറ്റേത് ചാർജ് നേരിട്ട് വെച്ച് ദൂരവുമായിട്ട് ബന്ധപ്പെടുത്തി പറയും. അപ്പോൾ ഈ ഫ്ലക്സിൻ്റെ ഉപയോഗം കണ്ടില്ല. മറ്റേ എൻ്റെ മെനക്കേടൊന്നും ഇവിടെ ഇല്ല. എളുപ്പമാണ്, ഇൻറ്റൻസിറ്റി കാണാനും ഒക്കെ വളരെ എളുപ്പമാണ്. നമ്മളതിനി അടുത്ത പോസ്റ്റിങ്സിൽ കാണും. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. താങ്ക് യു.